അപ്പോൾ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ഒന്ന് വിശ്വാസ്യത, 2 ഗുണനിലവാരം, 3 ഡിസൈൻ പെർഫെക്ഷൻ. ഞങ്ങൾ പ്രവാസികളാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസേന നമ്മുടെ സ്വന്തം മേൽനോട്ടത്തിൽ ഒരു വീട് പണി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ഒന്ന് വിശ്വാസ്യത, 2 ഗുണനിലവാരം, 3 ഡിസൈൻ പെർഫെക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളിൽ മനു ചെയ്ത പല വീടുകളും എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകൾ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം. പിന്നെ വളരെ വർഷത്തെ പാരമ്പര്യം, മനുവിൻ്റെ ഫാദർ ആയാലും ഒക്കെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ പാരമ്പര്യവും നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മനുവിനെ കോങ്ങാട്ടുകുന്നേൽ KK കൺസ്ട്രക്ഷൻസിനെ സമീപിക്കാൻ പ്രധാന കാരണം. കൺസ്ട്രക്ഷനെ സംബന്ധിച്ചോളം നമുക്ക് എപ്പോഴും ടൈമിനുള്ളിൽ തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പൊതുവേ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട് പൊളിച്ചു മാറ്റിയിട്ടായിരിക്കും പണിയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. മനുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ഷൻ ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ എല്ലാ മേഖലയിലും ഉള്ള വിദഗ്ധരായ തൊഴിലാളികൾ KK കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഓരോ സ്റ്റേജിലും ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത വർക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച അതേ സമയത്ത് തന്നെ കാലാവസ്ഥയും മറ്റ് ചില മെറ്റീരിയൽസിൻ്റെ ലഭ്യതക്കുറവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചത് മനുവിൻ്റെ ഒരു ദീർഘവീക്ഷണം കൊണ്ട് മാത്രം. പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ ഡിസൈൻ പെർഫെക്ഷൻ എന്നീ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാണ് KK കൺസ്ട്രക്ഷൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ആണെങ്കിലും കുട്ടികളാണെങ്കിലും അവരുടെ ഒരു ട്രഡീഷണൽ, അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലുള്ള വീടിൻ്റെ ആ ഒരു ആസ്തെറ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടും എന്നാൽ നമ്മുടെ ബജറ്റിൽ തന്നെ നിൽക്കുന്ന രീതിയിലും ഒരു വീട് ചെയ്യാൻ മനുവിന് സാധിച്ചു. എല്ലാവർക്കും അവരവരുടെ സ്വപ്നത്തിലുള്ള ഒരു ഭവനം KK കൺസ്ട്രക്ഷൻസിലൂടെ സാധ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.